ഒരു കാരണവശാലും എന്റെ കുഞ്ഞു മോഹനെ മകളെ നീ കളവ് പറയരുതേ. അതാണ് കളവ് പറയല്ല എന്നും ചെന്നാരെ കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്തോവർ. അല്ലാഹുവിൻ ദുദിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അൽ ചെയ്ത വേദാമ്പാൻ അലമുടയോവൻ ഏകല്ലാരുളാലെ ആയ മുഹമ്മദ് അവർക്ക് ാണോവർ എല്ലാ കിളയിലും വൻകിളായോവർ എല്ലാ ദിശയിലും കേളി മികച്ചോവർ സുൽത്താനുൽ ഔലിയ എന്നു പേരുള്ളോവർ സയ്യിദ് അവർ തായും വാവയും ആണോവർ കുതുബായി വന്നോവർ അല്ലാഹു സ്നേഹിച്ച മുഹിയുദ്ദീൻ എന്നോവർ. മുഹിദ്ദിമാല ഒരു കച്ചവട സംഘം ജീലാനിയിൽ നിന്ന് പുറപ്പെട്ടതാണ്. ധാരാളം കച്ചവട ചരക്കുകളുമായി ആ സംഘം മുന്നോട്ട് നീങ്ങുന്നു. ദീർഘമായ ദൂരയാത്രയായതിനാൽ ഒരിടത്ത് അവർ വിശ്രമിക്കാൻ ഇറങ്ങി. പെട്ടെന്നതാ സംഭവിച്ചതൊരു കൊള്ള സംഘം അവരെ വളഞ്ഞു. കച്ചവട ചരക്കെല്ലാം കൈവശപ്പെടുത്തിയിരിക്കുന്നു. കച്ചവട സംഘത്തിലെ മുതിർന്നവരെല്ലാം അവർ ബന്ദിയാക്കിയിരിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേരെന്താണ്? അബ്ദുൽ ഖാദിർ ആണ് ആ കുട്ടിയുടെ പേര്. മാതാവ് ആ കുട്ടിയെ ഇൽമ പഠിക്കാൻ യാത്രയാക്കിയതാണ്. കൊള്ളത്തലവൻ അബ്ദുൽ ഖാദിറിനോട് ചോദിച്ചു, എന്റെ കൊച്ചുമകനെ, നിന്റെ കൈവശം എന്തുണ്ട്? ഒരു കൂസലുമില്ലാതെ കുട്ടി പറഞ്ഞുപോയി. 40 സ്വർണ്ണ നാണയം. അയാൾക്ക് അത്ഭുതമായി. അയാൾ ചോദിച്ചു, എവിടെന്നാ ഇത്? നിനക്ക് എവിടെന്നാണ് കിട്ടിയത്? ഇത് ഈ ഉടുപ്പിന്റെ ഉള്ളറയില്. കുട്ടി പറഞ്ഞു, എവിടെയാണ് അതുണ്ടായിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചെയ്തു. കുട്ടി പറഞ്ഞു, ഇതാ ഈ ഉടുപ്പിന്റെ ഉള്ളറയിൽ എന്ന് പറഞ്ഞു. കുട്ടിയുടെ കളങ്കമില്ലാത്ത ഭാവം കൊണ്ട് കൊള്ളത്തലവൻ വീണ്ടും കിട്ടി. അയാൾ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഈ കാര്യം മറച്ചിരിക്കാതിരുന്നത്? കുട്ടി പറഞ്ഞു, എന്റെ ഉമ്മയുടെ ഉപദേശമാണ് കാരണം. എന്റെ ഉമ്മയുടെ ഉപദേശമാണ് കാരണം. മോനെ, നീ ഒരിക്കലും കളവ് പറയല്ല. യാ ബുന്യാല തക്ദിബ് അബദാ. നീ ഒരു കാരണവശാലും കളവ് പറയരുത്. നമ്മൾ എത്ര ദിവസം എന്തെല്ലാം കളവ് പറയും. മൊബൈലെടുത്താലും ഇപ്പൊ കാട്ടാക്കട നിൽക്കില്ല, പിള്ളിയിലാണ് നിൽക്കുന്നത് പറയും, ഞാൻ കാട്ടാക്കട. ഇങ്ങനെയാണ് എത്രമാത്രം കളവുകളാണ് പറയുന്നത് ഓരോ ദിവസവും. അതാ പറഞ്ഞ കളവ് പറയല്ല എന്നും ചെന്നോരെ കള്ളന്റെ കയ്യില് പൊന്നു കൊടുത്തു. പാട്ടാണ് ഈ പറഞ്ഞത്. അവരെ ചരിത്രമാണ് ഞാൻ ഈ പാടിയത്. ചിത്രയൊക്കെ പാടുന്നത് കേട്ടിട്ടില്ലേ? നമ്മളെക്കാൾ നല്ല പാടും. അങ്ങനെ കുട്ടിയുടെ കളങ്കമില്ലാത്ത ഭാവം കൊണ്ട് കൊള്ളത്തലവൻ വീണ്ടും ഞെട്ടി. അയാൾ ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ഈ കാര്യം മറച്ചിരിക്കാതിരുന്നത്? കുട്ടി പറഞ്ഞു, എന്റെ ഉമ്മയുടെ ഉപദേശം കാരണമായാണ് മോനെ, നീ ഒരിക്കലും കളവ് പറയരുത് എന്ന് ഉമ്മ എന്നെ ഉപദേശിച്ചിരുന്നു. ആ കുട്ടിയുടെ സത്യസന്ധത കൊള്ളത്തലവന്മാരിൽ മനസ്സാന്തരം ഉണ്ടാക്കി. അയാൾ ചിന്തിച്ചു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ കുറ്റമാണ്, എത്ര വലിയ കുറ്റമാണ്. ഒരു കുട്ടിയുടെ സന്മാർഗത്തിൽ ചിന്ത പോലും എനിക്കില്ലാതെ പോയല്ലോ. അദ്ദേഹം കേൾച്ചു പശ്ചാത്താപിച്ചു നല്ലവനായി മാറി. ബാല്യം നല്ല ശീലങ്ങൾ വളർന്ന ആ കുട്ടിയാണ് പിൻകാലത്ത് ഔലിയാക്കളുടെ നേതാവായി മാറിയ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്.
അത്ര വലിയ മഹാനാണ്. ഖുർആൻ പറഞ്ഞത് അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എൻ്റെ ഔലിയാക്കൾക്ക് യാതൊരു ഭയവുമില്ല. കാരണം അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചത് കാരണം കൊണ്ട്, അല്ലാഹുവിനെ വേണ്ട രീതിയിൽ ഭയന്നത് കൊണ്ടാണ് അവർക്ക് യാതൊരു ഭയവും, അവർക്ക് ഒന്നിനോട് ഭയമോ പുലിയോ സിംഹത്തെയോ ഈ നാട്ടിലുള്ള ഒരു വന്യമൃഗങ്ങളോ ഒന്നും അവർക്കെന്തില്ല, പേടിയില്ല. കാരണം അല്ലാഹുവിനെ ഭയന്ന് നമുക്ക് വിവരിക്കാൻ വയ്യ. അല്ലാഹു തആല പറയുന്നു യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചതായ ജനതേ, ആമനൂ തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. അല്ലാഹു പറഞ്ഞതാണ് എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വസിച്ചതായ ജനങ്ങളെ, തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. കൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യവിശ്വാസികൾ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, സത്യസന്ധന്മാരോടൊപ്പം ആവുകയും ചെയ്യുക.